ആരുമില്ലേ? കവിതാരചന മത്സരം. അമ്മായി, അമ്മായി, എന്താടേ? സംഭവം ബോക്സാ? പോസ്റ്റർ അല്ലേ? ഇതാര് വീട്ടിൽ കൊണ്ടോട്ടിച്ച? ഞാൻ. ആണോ? എന്താണ് സംഭവം? എനിക്ക് എന്താ സംഭവം അറിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ ഇതെന്താ സംഭവം. അത് ശരിയാണല്ല. അമ്മമ്മേ, കവിതാ രചനാ മത്സരം. എന്താ സംഭവം? ഇതാരെവിടെ കൊണ്ടുവന്നൊട്ടിച്ചേ? നീയാണോ? എന്തോ അമ്മമ്മേ, ഞാനാണ് ഒട്ടിച്ചെങ്കിൽ ഞാൻ വന്ന് ചോദിക്കൂ ഇതാരാ ചെയ്തേന്ന്? ഇല്ലല്ലോ. കവിതാരചന മത്സരം സമ്മാനം 1000 രൂപയും പ്രശസ്തി പത്രവും ഫലിതവും. ഫലിതോ? ഫലിതം അല്ല ലച്ചു, ഫലകം. ഫലകവും വീട്ടുകാർക്ക് മാത്രം പ്രവേശനം. കേക്ക് ആരാണ്? കേശു ആയിരിക്കൂടെ? കേശുവിന് ഒരു കേയിലുള്ളൂ, ഇത് 2 കേയില്ലേ? ഈ ശിവാനി ആയിരിക്കുവോ? ശിവാനിയാ? അല്ല, ശിവാനിയിൽ എവിടെയാണ് കേ ഇരിക്കണേ? അയ്യോ, കേ ഇല്ലല്ലയോ, അവള് പാവം. ചിലപ്പോ കിളവൻ കേശു ആയിരിക്കോ? അപ്പൊ അവൻ ആ പേര് അംഗീകരിച്ചാ? അംഗീകരിച്ച് കാണും. സമ്മാനം 1000 രൂപ. 1000 രൂപ? 1000 രൂപ കൊടുക്കൂടെ അവൻ? അതിന് അവൻ്റെ എവിടെ നിന്ന് 1000 രൂപ ഇരിക്കുന്നത്? അന്ന് മരുന്നിന്റെ പൈസ ചോദിച്ചിട്ട് അവൻ്റെ എടുക്കാനില്ലായിരുന്നു, പിന്നെയാണ് 1000 രൂപ. വല്ല സ്പോൺസറും കാണൂടെ? അതിന് അവരെയൊക്കെ ആര് സ്പോൺസർ ചെയ്യാൻ അമ്മായി? എന്തായാലും ഒന്ന് കാണാതെ അവൻ ഈ പോസ്റ്റർ ഒട്ടിക്കത്തില്ല. என்னது ஜப்தி நோட்டீஸா? എന്റെ ചേച്ചി കവിതാ രചനാ മത്സരം. கவிதையா? இங்கயா? യെസ്. ജയിച്ചു കഴിഞ്ഞാ 1000 രൂപ കിടക്കും. 1000 ரூபாயா? அப்ப நான் கூட பார்ட்டிசிபேட் பண்ணவா? ചേച്ചിക്ക് കവിതയൊക്കെ എഴുതാൻ അറിയോ തമിഴില്? எனக்கு கவிதையெல்லாம் எது தெரியாது, ஆனா நான் பெரிய பாரதியார் ஃபேன். ஓடி விளையாடு பாப்பா. நான் எழுதவா? എഴുതി. അതിനാണ് ഈ ബോക്സ് വെച്ചിരിക്കണം തോന്നുന്നു. രചനകൾ ഈ ബോക്സിൽ നിക്ഷേപിക്കുക. കേക്ക്. എന്തോന്നത്? പണ്ടാരപ്പെട്ടിയാ? വീട്ടിനകത്താക്കായ പണ്ടാരപ്പെട്ടി? കവിതാരചനാ മത്സരം. കവിതാരചനാ മത്സരം? കവിതാരചനാ മത്സരത്തിന് എന്തോന്ന്? സ്കൂൾ കോളേജ് വല്ലാണ്? ഓരോ ഉടായപ്പിളായിട്ട് ഇറങ്ങിക്കോളൂ പൈസ വാങ്ങിക്കാൻ. 1000 രൂപയാണ് സമ്മാനം. എന്താ പറഞ്ഞ? 1000 രൂപയാണ് സമ്മാനം. സമ്മാനം 1000 രൂപ? ആഹാ, പറയപ്പോലെ അവിടെ എഴുതി വെച്ചിട്ടാണല്ലോ 1000 രൂപ. ഫലമോ കൊണ്ട് എന്നാ ഞാനും ഉണ്ട്. എന്റെ പരിപാടി ഞാനും ഉണ്ടെന്ന്. ഉടായിപ്പ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ 1000 രൂപയൊക്കെ കൊടുക്കണമെങ്കിൽ ഉടായ്പ പരിപാടി ആയിരിക്കില്ലല്ലോ. കറക്റ്റ് ആയിരിക്കും. അതിന് ചേട്ടന് കവിതയൊക്കെ എഴുതാൻ അറിയാമോ? എന്ത് കവിത എഴുതാറുണ്ട്? ഞാൻ എന്ത് മാത്രം എഴുതുന്നു? പലചരക്ക് എഴുതുന്നു, എന്തെല്ലാം സാധനങ്ങൾ എഴുതുന്നു. എൻ്റെ കൂടെയൊക്കെ പ്രാസമൊക്കെ ഒപ്പിച്ച് എഴുതിയാൽ പോരും. അതിനെ കവിത കണക്കെഴുതുന്നത് പോലെ അല്ല കവിത. ഇപ്പോഴത്തെ കവിതയൊക്കെ അങ്ങനെ ആധുനികമായ കവിതയൊക്കെ കണക്കെഴുതും പോലെയൊക്കെ തന്നെ. എന്റെ പേരോടെ എഴുതി തരണം. പേര് എഴുതുന്ന പരിപാടി അല്ല ഇത്. ചീറ്റപ്പൻ കവിത എഴുതി ഇതിന്റെ അകത്ത് ഇടണം. കേട്ടോ. പിന്നെ വേറെ ആരും എഴുതാൻ നിൽക്കേണ്ട പൈസ എനിക്ക് തന്നെ പോട്ടെ. കാണാലോ, വേറെ ആരും എഴുതാൻ നിൽക്കണ്ട, പൈസ എന്റെ ആന്നൊക്കെ. ഞാൻ എഴുതും. നിനക്ക് വേറെ പണിയില്ലേ? എന്ത് കുഴപ്പം? എനിക്ക് എന്തായാലും കവിത എഴുതാൻ അറിയാലോ, പിന്നെ എഴുതണതിന് എന്ത് കുഴപ്പം? 1000 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്റെ സത്യാവസ്ഥ അത് എന്താണെന്ന് അറിയട്ടെ. അത് കേശോട് ചോദിച്ചാ പോരെ? കേശോ ഇവിടെ ഇല്ലേ? നവീന പുറത്തുണ്ടാവും. പുറത്തു. ഡ്രോയിങ് മത്സരമാണെങ്കിൽ ഒരു കൈ നോക്കിയേനെ. എഴുത്ത് എനിക്ക് അത്ര വശമില്ല. நான் எழுத போறேன் கண்டிப்பா. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ പോയി. വരട്ടെ. എന്ത്? എവിടെ പോയതാ? ഞാനൊന്ന് ജംഗ്ഷൻ വരെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാ. അകത്തൊട്ടിച്ച് വെച്ചേക്കണ പോസ്റ്ററും ബോക്സും ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് ഉണരട്ടെ. അതിന്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ജംഗ്ഷൻ വരെ പോയിട്ട് വന്നു. നീ അതുകൊണ്ട് എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണർത്തണം, അത്ര തന്നെ. സമ്മാനം കൊടുക്കാനുള്ള 1000 രൂപ നിന്റെ എവിടെന്നാ? അതൊക്കെ നമ്മൾ ഒപ്പിച്ചിടേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സോഴ്സ് പറയണം, എന്നാലേ ഞങ്ങൾ പങ്കെടുക്കുള്ളൂ. ഇത്രയും വിശ്വാസമില്ലടോ അപ്പൊ നമ്മളെയൊന്നും. ഭയങ്കര വിശ്വാസം ആയതുകൊണ്ടാണ് ചോദിക്കണത്. സ്പോൺസർ ഉണ്ട്.
സ്പോൺസറാ? പടവലത്തെ അപ്പൂപ്പൻ. അച്ഛൻ നിനക്ക് പൈസ തന്നാ? ഓഫ് കോഴ്സ്. ഇത് വിശ്വസിക്കാൻ പറ്റൂല. എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചു നോക്കൂ. ഞാൻ വിളിച്ചിട്ട് ഇതേപോലത്തെ കാര്യം പറഞ്ഞു, എനിക്ക് ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കണം, പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൂപ്പ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഇതിന്റെ വിധികർത്താവ് ആരാണ്? നീ ആണെങ്കിലും നിന്റെ കവിതയാണ് അടിപൊളി എന്നും പറഞ്ഞ് നീ ആ പൈസ എടുക്കും. ചേച്ചിക്ക് എന്നെ കണ്ടിട്ട് എന്തോരം തോന്നുന്നു ചേച്ചി? എനിക്ക് ആ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ട കാര്യം എനിക്കുണ്ടോ? അപ്പൂപ്പൻ്റെ നിന്ന് മേടിച്ച് എൻ്റെ എല്ലാം വെച്ചിരുന്ന പോലെ എനിക്ക്. ചേച്ചി, പരിപാടി ഫുള്ള് പ്രൊഫഷണലാണ്. ജഡ്ജസ് ഒക്കെ പുറത്തുനിന്ന് വരും. ആരാണ് ജഡ്ജസ്? 2 പീപ്പിൾസ്, 2 ജഡ്ജസ് ഉണ്ട്. ഒന്ന് സ്മോക്കി ഡെവിൽ ഡാർവിൻ, 2 വെട്ടിപ്പാലം സദാനന്ദൻ. ഇതൊക്കെ ആരുടെ? അമ്മായി, ഈ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും അറിവ് വേണം. മിനിമം GK എങ്കിലും വേണം കേട്ടാ. എന്റെ അമ്മ, ഇവരൊക്കെ വലിയ വലിയ കവികളാണ്. ചേച്ചിക്ക് അറിയോ ഇവരെയൊക്കെ? അല്ലേ, ഒരു കവികൾ തന്നെയല്ലേ? അതെ, കവികളാണ്. ആ, പിന്നില്ല, എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എപ്പോ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ കല്ല് വന്നപ്പോ ചെറിയൊരു ടച്ചൊക്കെ പോയിന്നേ ഉള്ളൂ. സംഭവം ഇവരോട്ട് എനിക്ക് പരിചയം എങ്ങനെയെന്ന് വെച്ചാല്, നമ്മുടെ കോളേജിന്റെ ആർട്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരവിടെ വന്ന് അങ്ങനെ നമ്മൾ കമ്പനി ആയതാണ്. ഈ ഡിബേറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചു. അതായത് ഈ സർഗാത്മകത ഉണരേണ്ടത് വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അവരതിനെന്നോട് യോജിച്ചു. അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് ഏതൊക്കെയോ തലങ്ങളിലെത്തി. അങ്ങനെ നമ്മൾ കമ്പനി ചെയ്തു. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? അങ്ങനൊന്നും ഇല്ലേ, ഇത് കവിത എഴുതുക, ആ പെട്ടിക്കകത്തിടുക, ജൂറി വരും, എടുക്കും, പ്രൈസ് തരും. എന്തെങ്കിലും ടോപ്പിക്, വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി എഴുതണം. അവിടുന്ന് ഇവിടുന്ന് അടിച്ചടിച്ച് എഴുതല്ലേ കേട്ടാ. ലച്ചു, ജഡ്ജസിനെ ഇവന് പരിചയമുള്ളതുകൊണ്ടേ അവരെ ഇവന് സ്വാധീനിക്കാമല്ലോ. അങ്ങനെയാണല്ലോ പലരും അവാർഡ്സ് തട്ടിയെടുക്കണം. അമ്മായി, ഓ, അമ്മായി അടുത്ത് ഞാൻ പറഞ്ഞു നിർബന്ധമായും കവിത എഴുതി ആ പെട്ടിക്കകത്തിടണമെന്ന്? ഇല്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ കവിത എഴുതി ഇടുക, പ്രൈസ് കിട്ടിയാ മേടിച്ചോണ്ട് പോവുക. അതിന്റെ ഇടയിൽ കിടന്ന് അഭിപ്രായം പറയാൻ നിൽക്കില്ല കേട്ടല്ലേ. മക്കളെ കേശു, എടേ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയാമോ? നീ എവിടെ പോയി കിടന്നത്? ഞാൻ ജംഗ്ഷൻ വരെ പോയി. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഡേയ്, മറ്റേ പൈസ ഇങ്ങോട്ട്. ഏത് പൈസ? എടേ, 1000 രൂപയെ. എന്റെ ഒന്നും തന്നില്ലല്ലോ ഏറ്റപ്പേ. എടേ, ഞാൻ തന്നതല്ല. നീ അവിടെ എഴുതി വെച്ചെങ്കിൽ 1000 രൂപ കൊടുക്കുന്നുള്ളത്. ആ പൈസ ആണ് ചോദിച്ചത്. മത്സരത്തിന്റെ 1000 രൂപ. പിന്നൊരു കാര്യം, പൈസ മാത്രം മതി. ഫലവും പത്രമൊക്കെ നീ വെച്ചോ, എനിക്ക് അതൊന്നും വേണ്ട. പൈസ മാത്രം ഇങ്ങോട്ട്. അയ്യോ, അങ്ങനല്ലേ ഈ കളി. അതായത് ഇത് നമ്മള് മറ്റേ അതൊരു പെട്ടി വെച്ചിട്ടില്ലേ അവിടെ, അതിനകത്തൊരു കവിത എഴുതിയിടണം. ഇവിടെ കവിത ഞാൻ പിന്നെ തരാന്ന്. ഇവിടെ കവിത പിന്നെ തരാം, നീ ആദ്യം പൈസ ഇട്. ചിറ്റപ്പ ഇത് അങ്ങനല്ല സംഭവം. അതിനകത്ത് ചിറ്റപ്പൻ കവിത എഴുതി ഇട്ട് കഴിയുമ്പോൾ ജൂറി വരും. ജൂറി വന്ന് എടുത്ത് ഫസ്റ്റ് പ്രൈസ് തന്നാ പൈസ അങ്ങ് തരും കമ്മിറ്റി. ഈ ചെറുക്ക എന്തിന് ഇനി ഏതൊരു ജൂറി വന്നാലും എനിക്കേ കിട്ടുള്ളൂ. നിങ്ങൾ എന്തിനൂടെ ഇരിക്കുന്നത്? കവിത എഴുതാൻ വേണ്ടിയാണ്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ വെക്കോ, എനിക്കേ കിട്ടുള്ളൂ. വെറുതെ നാണം കണ്ട. അല്ല ഏട്ടപ്പാ, മത്സരത്തിന്റെ രീതിക്ക് തന്നെ പോകും, അതത്രേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? ഏയ്, ഞാൻ ആരെന്നറിയോ? നിന്റെ ചിറ്റപ്പനാണ്, ആ ഓർമ്മ വേണം. മത്സരത്തിനകത്ത് എന്തൊരു ചിറ്റപ്പ, അച്ഛമ്മ, കുഞ്ഞമ്മ അങ്ങനെയൊന്നും ഇല്ല. എല്ലാരും മത്സരാർത്ഥികൾ. അങ്ങനെയാണോ? എന്നാ ശരിടാ മോനെ, നമുക്ക് ഗോതയിൽ കാണാം കേട്ടാ. അല്ല, ഇത് മറ്റേ ഇതെന്താ വെല്ലു വിളിച്ചിട്ടൊക്കെ പോണേ? ഗുസ്തി മത്സരം. സംഭവം ചിറ്റപ്പനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്തിനാണ് പരിപാടി എന്ന്. ഈ കവിതാരചന മത്സരം ആരില്ലെന്ന് പറഞ്ഞു കൊടുക്കൂ. கேசு இந்த கவிதை மலையாளத்தில் எழுதவா தமிழ்ல எழுதவா? ഉനക്ക് മലയാളം എഴുത തെരിയുമാ? தெரியாது. കുഴപ്പമില്ല, തമിഴ് തന്നെ എഴുതിയാൽ മതി. വരുന്ന ജഡ്ജസിന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദു, ഉറുദു എന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയാം. ഓ, പാൻ ഇന്ത്യൻ ജഡ്ജസ് ആണ്. അതെ, പാൻ ഇന്ത്യൻ ജഡ്ജസ് തന്നെ. ഒരു വീട്ടിൽ എപ്പോഴും അടിയിടിയും ചവിട്ടും കുത്തും ബഹളവും മാത്രം. കുറച്ച് സമാധാനം വന്നോട്ടെന്ന് വിചാരിച്ചൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോ കുറച്ചു പേർക്ക് സംശയം, കുറച്ചു പേർക്ക് പുച്ഛം, ഒരുമാതിരി ചൊറിയല്ലേ കേട്ടോ അതിന്റെ ഇടയിൽ. ചേട്ടാ, കവിതാ മത്സരേ ഡ്രോയിങ് മത്സരം ആക്കിയ കുഴപ്പമുണ്ടോ? കവിതാ മത്സരം ഡ്രോയിങ് മത്സരം ആക്കണ എന്തിനു? എനിക്ക് 1ാം സമ്മാനം കിട്ടുവാണെങ്കിലേ ആ പൈസ വെച്ച് എനിക്ക് ക്രയോൺസ് വാങ്ങിക്കാം. മക്കളെ, ഇനി പരിപാടി മാറ്റുക എന്നുള്ളത് നിർവാഹമില്ല. കമ്മിറ്റി തീരുമാനം അന്തിമമാണ്. കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ തീരുമാനം തന്നെ കേട്ടോ. ലച്ചു ചേച്ചി, നിങ്ങൾ പറയോ കേശവന്റെ അടുത്ത് ഡ്രോയിങ് മത്സരം ആക്കാൻ? പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കമ്മിറ്റി തീരുമാനം അന്തിമമാണ്. എന്തായാലും ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു. நானும் பங்கெடுப்பேன். സെറ്റ്. ഇവർക്കൊന്നും വേറെ പണിയില്ലേ?
എഴുതാതിരുന്നുള്ള ടച്ചും പോയി. ഇതിപ്പോ ഞാൻ എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ ഇരിക്കണോ? കണ്ണു കണ്ടുകൂടി. ഇവിടെ എന്തുമാത്രം ജോലി എടുക്കണം അറിയാമോ അടുക്കളയില്? എന്റെ അമ്മായി, ഞാനിവിടെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ ശല്യപ്പെടുത്താതെ പോയേ. എന്തോടെ ആര് ചെയ്യും പിന്നെ ഇത്രയും ജോലി? ഞാൻ ഒറ്റയ്ക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല ലച്ചു. അമ്മമ്മ ഉണ്ടല്ലോ, അമ്മമ്മേനും ഇല്ലേ, അമ്മമ്മ ചെയ്തോളും. അമ്മയാ? എടാ ഇത്രയും പ്രായ ഒരാളെ കൊണ്ട് ഇത്രയും ജോലി ചെയ്യിപ്പിക്കണം നല്ലതാണാ? നീ പറ. നമ്മളിങ്ങനെ ഇരിക്കല്ലേ, നമുക്കിതൊക്കെ ചെയ്തു കൊടുത്തൂടെ ലച്ചു? ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മമ്മയല്ലേടെ, ആ ഒരു പരിഗണനെങ്കിലും കൊടുടേ. അമ്മായി ഇരി. എന്തിന് ഇരിക്കണോ? പറ. അത്യാവശ്യം നല്ല രീതിക്ക് അസൂയുണ്ടല്ലേ? എന്തിന്? അമ്മായിക്ക് കവിത എഴുതാൻ കഴിവില്ല, എനിക്ക് കഴിവുണ്ട്. അപ്പൊ എങ്ങാനും എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാ അമ്മായിക്ക് അത് സഹിക്കില്ല. അതുകൊണ്ടല്ലേ എന്നെ അടുക്കളയിൽ ജോലി ചെയ്യാൻ വിളിക്കണത്. അയ്യേ, ഞാൻ അതുകൊണ്ടൊന്നും അല്ല വിളിക്കണേ. അങ്ങനെ നീ എന്നെ താഴ്ത്തിക്കെട്ടാൻ നോക്കണ്ട. എനിക്കും അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട്. 1-2 വരികളൊക്കെ എഴുതാനേ എനിക്കും അറിയാം. ഞാൻ സ്കൂളിൽ കുറെ കവിതയൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെ. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള ഒരു വലിയ വലിയ കവികളാവേണ്ടതല്ലേ അമ്മായി? അമ്മായി, ഈ കവിത എന്ന് പറയുന്നതേ ആത്മാവിനെ തൊടുന്ന വാക്കുകളാണ്. ആ ഒരു ഇമോഷൻ അമ്മായിക്ക് വരില്ല. എന്തോന്ന് പറഞ്ഞേ? എനിക്ക് ഇമോഷൻ ഇല്ലെന്നാ? അതിനർത്ഥം എന്റെ മനസ്സിൽ കല്ലെന്നാണല്ലോ. എന്തോന്ന് ടോക്ക് ലച്ചു ഇത്? ഞാൻ നിന്റെ അമ്മായി എന്നെ ഒന്നുമില്ലെങ്കിലും. അയ്യേ, ഞാൻ അങ്ങനെ എങ്ങനെയല്ലെന്ന്? ഞാൻ നിന്റെ അമ്മായി എന്നെ. നീ അന്ന് ഉത്തരം പറ ആദ്യം. അയ്യേ, ഞാൻ പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തോന്നാണ് ഉദ്ദേശിച്ചത്? അയ്യോ, വീണ്ടും തുടങ്ങിയ രണ്ടും കൂടെ. നോക്കിക്കാം അമ്മമ്മ, എഴുതാതിരിക്കട്ടെ. എന്നെ എഴുതാൻ സമ്മതിക്കുന്നില്ല, അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാൻ. പിന്നെ അമ്മ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ജോലി ചെയ്യുമ്പോ ഞാൻ വിളിക്കൂല അവളെ. അമ്മമ്മ, ഞാനിവിടെ എഴുതാൻ വേണ്ടിയുള്ള ചിന്തയിലാണ്. ചേച്ചി എന്തോന്നമ്മ ഇത്? അമ്മായിക്കോ എഴുതാൻ കഴിവില്ല. അങ്ങനെ എഴുതാൻ കഴിവുള്ളവരെങ്കിലും അടിച്ചു കയറി വരട്ട്. കേശു, നീ പറഞ്ഞത് കറക്റ്റ്. എന്തോന്ന് വർത്താനോടാ? നീ അവളെ കൂടെ ആയാ? എനിക്ക് കഴിവില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? മോൾ അടുക്കളയിലോട്ട് പോയി ജോലി ചെയ്യേ. കഴിവുള്ളവർ എഴുതട്ടെ. എന്തോന്നമ്മ, അമ്മ അവളെ ഭക്ഷോ? ഇത് ഭക്ഷണം പിടിക്കണതല്ല, അമ്മൂമ്മ സർഗാത്മകത പ്രോത്സാഹിപ്പിച്ചതാ. അത് കറക്റ്റ്. എന്നാ നിങ്ങൾ ഒരു കാര്യം കേട്ടോ, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോണ്. എനിക്ക് 1-2 വരികൾ എഴുതാൻ പറ്റും. താൻ നടക്കണ വല്ല കാര്യം പറയണു? നടക്കണ കാര്യോ? എന്നാ ഈ ശാർക്കര ഗൗരി ഇവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്, ഇതിന്റെ 1ാം സമ്മാനം ഞാൻ അടിച്ചിരിക്കും. മോളെ, ഇങ്ങനെയുള്ള പ്രതിജ്ഞയൊക്കെ എടുക്കണോ? ശ്രീകുട്ടനോ ഇവിടെ ഇല്ലാത്തതാ. ശ്രീകുട്ടനുമായിട്ട് എന്ത് ബന്ധം? വാശിക്കാണെങ്കിൽ ഞാനും വാശിക്കാണ്. ഇതിന്റെ 1000 രൂപ ഞാൻ തന്നെ അടിച്ചെടുത്തിരിക്കും. അതാണ് സ്പിരിറ്റ്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട പാറമട വീട്. ചുമ്മാ ഓരോ ലൊട്ടിലൊടുക്ക് കാര്യത്തിന് നടന്ന് അടിയുണ്ടാക്കാതെ ഇതേപോലെ സർഗാത്മകമായ കാര്യങ്ങൾക്ക് അടിയുണ്ടാക്കുന്ന ഒരു പാറമട വീട്. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ എഴുതണില്ലേ? അപ്പോട്ട് സമയം റെഡി, ചെല്ല. പേന വേണമെങ്കിൽ അവിടെ ഇരിപ്പുണ്ടേ. എന്റെ അമ്മൂമ്മ, അമ്മൂമ്മ ഒരു കൈ നോക്കാത്തെന്ത്? അമ്മൂമ്മ എഴുതുമ്പോളേ പണ്ടത്തെ സാധനമൊക്കെ കിട്ടും. അയ്യോ, ഞാനില്ലേ. കഷ്ടം. എന്തായാലേ അല്ലോ ആയ ചുമ്മാ ചുരുട്ടിക്കൂട്ടി ഇട്ടേക്കുന്നേ. പോയേ, ഞാൻ എഴുതട്ടെ. ഒന്നുമില്ലേ, വെള്ള പേപ്പറാ. പോയി പണ്ടത്തെ ലച്ചു പോയി, കിട്ടണില്ല സാധനം ഒന്നും. ഇതൊക്കെയാണ് എന്റെ മോട്ടിവേഷൻ. ആ പലചരക്ക് കടയിരിക്കുമ്പോൾ എന്തെല്ലാം എഴുതാൻ വരുന്നുണ്ട്. ഇതൊരു കവിതയെന്ന് പറയുമ്പം അങ്ങോട്ട് അക്ഷരങ്ങൾ വരുന്നില്ലല്ലോ. ഒരു 2 വരിയുടെ കിട്ടിയിരുന്നെങ്കിൽ സംഗതി സെറ്റായാണ്. എന്തോ ഇത്? കവിത എഴുതുന്നോളെ, കവിത. ചിറ്റപ്പന എഴുതുന്നുണ്ടോ? പിന്നെ അല്ലാതെ. ചിറ്റപ്പനല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാ നമുക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടാ. പ്രാർത്ഥിച്ചോ. ചിറ്റപ്പ, എന്ത് മക്കളെ? ആ കവിത ഒന്ന് എനിക്ക് വായിച്ചു തരുമോ? പിന്നെന്ത് മകള് കേട്ടോ. ഞാനൊരു വ്യാപാരി, നഷ്ടം മാത്രമുള്ള വ്യാപാരി. 1 കിലോ കിഴങ്ങ്, 1 കിലോ സവാള, 1/2 കിലോ മല്ലി, 1/4 കിലോ പരിപ്പ് തൂക്കിക്കൊടുക്കുന്ന വ്യാപാരി. സ്വത്ത് തർക്കത്തിൽ, അതാണ് മെയിനായിട്ടുള്ളത്. സ്വത്ത് തർക്കത്തിൽ ചേട്ടൻ്റെ അടി വാങ്ങുന്ന വ്യാപാരി. ഇനി 2 പേരും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്?
എന്തോ ചിറ്റപ്പ മക്കളെ ഇതാണ് കവിത, ആധുനിക കവിത. എങ്ങനെയുണ്ടെന്ന് പറ. ഇത് കടയിലെ ലിസ്റ്റ് എഴുതുന്ന പോലെ ഉണ്ട്. അത് ഈ കവിതയൊക്കെ മനസ്സിലാവേണ്ട പ്രായം മോക്കായിട്ടില്ല, അതാണ്. ഇതാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോണ കവിത. 1000 രൂപ കിട്ടും ഇപ്പൊ കേട്ടാ. கடவுளே என்னோட கவிதைக்கு தான் முதல் பரிசு கிடைக்கணும். 1000 ரூபாய் எனக்கே கிடைக்கணும் கடவுளே. കനകം എന്നാ ഇത്? என்னோட கவிதை. കവിതയാ? അപ്പൊ പിന്നെ ഇതെന്നാ? ഇതൊക്കെ താ ഫസ്റ്റ് പ്രൈസ്. நானும் எழுதியிருக்கேன் கவிதை, எனக்கு தான் கிடைக்கும். எனக்கு 1000 ரூபாய் கிடைக்க போறது. എല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അമ്മൂമ്മയും കവിത എഴുതിയിട്ടുണ്ടോ? പിന്നെ എല്ലാരും എഴുതുമ്പോ പിന്നെ ഞാൻ എന്തിനാ മാറിയിരിക്കുന്നേ? ആഹാ, കവിതയൊക്കെ എഴുതിയ ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോകുന്ന കവിത പെട്ടിയിലോട്ട് ഇട്ട് കഴിഞ്ഞു. മാറില്ല. ഏയ്, ഡേയ്. 1000 രൂപ കിട്ടാൻ പോണ കവിത ഇതിന്റെ അകത്തിട്ട്. അല്ല, ഇംഗ്ലീഷ് കവിത കുഴപ്പമില്ലല്ലോ അല്ലേ? പാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടേ. പാൻ ഇന്ത്യൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇംഗ്ലീഷ് ഇല്ലേ? അല്ല, ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ല. 1000 രൂപ പ്രശസ്തി പത്രം ഫലിതം. ആ സാധനം അതെന്റെ ഈ കവിതയ്ക്കാണ്. എനിക്ക് ഇനിയും മനസ്സിലാവില്ല, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇതിൽ എഴുത്തള്ളതെന്ന്. ഇതിനാണ് ഫസ്റ്റ് പ്രൈസ്. മകളെ പറ, ഫസ്റ്റ് ആർക്ക്? ഫസ്റ്റ് പ്രൈസ് ആർക്ക്? പറ. 1000 രൂപ ആർക്കാണെന്ന് പറ. പറയടാ. എന്താടാ ആ പരിപാടി നടക്കൂല. നീ പറഞ്ഞോണ്ട് കവിത ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് കിട്ടുമെന്ന്. ചിറ്റപ്പ ഇത് അങ്ങനല്ലേ ഈ കളി. പിന്നെ ഇനി ജൂറി വരും. കേശു, എനിക്ക് ദേഷ്യം വരും. പറഞ്ഞ വാക്ക് പാലിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിലുള്ളതാണ് നമ്മള്. നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പുറത്തു നിന്ന് ഒരുത്തരം കൊണ്ടുവരില്ല എന്ന് പറഞ്ഞില്ലേ? എന്തിനാ പുറത്തു നിന്ന് കൊണ്ടുവരണ? അതങ്ങനെ ശരിയോ? ചോദന അങ്ങോട്ടോ. അയ്യോ, അങ്ങനല്ല. പിന്നെ ഇത് മറ്റേ ജൂറി എന്ന് വെച്ചാലേ ഇത് പറയാ ജഡ്ജ്. ഇനി ജഡ്ജ് വരാൻ പോണോ നിന്റെ കവിത എഴുതാ? പോടാ അവിടുന്ന്. നീ നോക്കിയിട്ട് കാര്യം പറയടാ. ജഡ്ജ് ജഡ്ജി അല്ല, ജഡ്ജ്. ഓ മറ്റേ ജഡ്ജ്മെന്റ്. അത് ഓക്കെ ഓക്കെ. വരും. വരട്ടെ. അങ്ങനെ അവര് വന്ന് ഫസ്റ്റ് പ്രൈസ് തരും. വരട്ടെ. അവരെപ്പോഴാ വരുന്നേ? അവരെപ്പോഴാ വരുന്നേന്ന്? അവര് ഇന്ന് വൈകിട്ട് വരും. വൈകിട്ട് വരുന്നു. ജസ്റ്റ് മണിക്കൂറിലെ പരിപാടികൾ മാത്രം നോക്കുന്നു, വായിക്കുന്നു, ഫസ്റ്റ് പ്രൈസ് തരുന്നു. ആർക്ക്? എനിക്ക്. ഇവിടെ എങ്ങനെ? ഇവിടെ വാ 1000 രൂപ പ്രശസ്തി പത്രം. ആരെങ്കിലും ആ പരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് വാങ്ങിയേരെ. എന്റെ പരിപ്പ് മാത്രമേ തിളയ്ക്കൂ. ആ പരിപ്പില്ലാതായി. എനിക്ക് ഫസ്റ്റ്. எனக்கும். എന്തായാലും ജഡ്ജി വരട്ടെ, നമുക്ക് അപ്പ കാണാം. വീട് കണ്ടുപിടിക്കാൻ പാടൊന്നും പറ്റില്ലല്ലോ. പാറമട വീട് ഭയങ്കര ഫേമസ് അല്ലേ? എന്തരാണിത് കവി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീക്ക്. യുവ കവിയല്ലേടാ. ബാബാ മാസ ഓക്കെ. സർഗാത്മകത വീട്ടിൽ നിന്നുന്ന കേശുവിന്റെ ആശയം പാറമട വീട്ടിൽ നിന്ന് ആരംഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങാറാണ് പതിവ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനം അറിയിക്കുന്നു. അല്ല, അത് പിന്നെ അങ്ങനെ വരൂ. കാരണം നമ്മളെ കുടുംബം അങ്ങനെയാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ തല പോയാലും അതിൽ നിന്ന് പിന്മാറില്ല. അല്ലടാ കേശു? അത്ര തന്നെ. അല്ല കേശു, ഇതെന്താണ് ഈ ബോക്സിന്റെ പുറത്തുള്ള കേക്ക്? കിളവൻ കേശു. അതൊന്നുമല്ല. അപ്പൊ അല്ലേ നിങ്ങളത് അങ്ങനെയാണോ വായിച്ചേ? ആരുടെ ഇതൊക്കെ? പക്ഷേ കവി കേശു. കവി കേശു. അപ്പൊ നമുക്കിനി വിധി പ്രഖ്യാപനത്തിലേക്ക് കിടക്കാം.
ആദ്യമായി കേശുവിന്റെ കവിത. പറയണ അണ്ണനാ അല്ല പറ്റും. ലച്ചു ഇത് ഒത്ത കളിയാണ്. ലച്ചു ഇത് ഒത്ത കളി. ഞാൻ പറഞ്ഞില്ലേ പറയട്ടെ അമ്മേ, ഈ കവിത അമ്മ വെച്ചോ. ഇത് എനിക്കെന്തിനാ? അമ്മയ്ക്ക് അടുപ്പിലിട്ട് കത്തിക്കുക. അടുത്തത് കനകം, ഭവാനി, ലച്ചു. ഡാർവിനെ 3 പേർക്കൊന്നും ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ആപ്പടായിരം രൂപ ഉള്ളൂ, ബാക്കി പൈസ നീ തരേണ്ടി വരും. പറയട്ടെ കനകം ഭാരതിയാരുടെ കവിതയാണല്ലോ എഴുതിയത്. ஆமா பாரதியார்னா எனக்கு ரொம்ப பிடிக்கும். கனகம், நீங்க ரொம்ப பெரிய ஆளு. മോട്ടിച്ച കവിതയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. കൊള്ളാം. അപ്പോ ഈ കവിത നമുക്ക് മത്സരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്തത് ലച്ചു, ഭവാനി. ഈ 2 കവിതകളും 10 പൈസ കൊള്ളത്തില്ല. എൻ്റെ പൊന്ന് സാറന്മാരെ, ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാണ് ഈ വക പരിപാടിക്കൊന്നും പോവാതെ ഈ കവിതയൊക്കെ എഴുതാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സമാധാനായ നാണകെട്ടവൻ സമാധാനമല്ല എല്ലാവർക്കും. സുരേന്ദ്രൻ. അതെ, ഞാൻ തന്നെ. പലർക്കും ഇടയിലാണല്ലേ ജോലി. അയ്യോ കേട്ടാ എങ്ങനെ മനസ്സിലായി? അത് കവിത വായിച്ചപ്പോ മനസ്സിലായി. ഇതേ കയ്യിൽ വെച്ചു. എന്താ സാറേ? നമുക്ക് പരിപ്പ് ഉദയാനെടുക്കാം. അടുത്തത് കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് കവിയത്തിലുണ്ടല്ലോ. ആരാണ് ഗൗരി? ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിക്കാം. ജഡ്ജ്, ഞാനാണ് ഗൗരി. അല്ല, ഇത് വായിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എന്നാലും ഞാനൊന്ന് വായിക്കാം. ഡ്രീംസ് മൈ ഇൻ നൈറ്റ് എവരി, യു ഫീൽ ഐ, യു സീ ഐ, ഓൺ ഗോ യു നോ ഐ, ഹൗ ഈസ് ദാറ്റ്. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ജഡ്ജ്, ഒരു മിനിറ്റ് ആ പേപ്പർ ഒന്ന് തരൂ. സംഭവം മനസ്സിലായി. ടൈറ്റാനിക് സിനിമയിലെ പാട്ട് തല തിരിച്ച് എഴുതി വെച്ചേക്കുവാണല്ലേ. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ്, ആ പാട്ടാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അത് നടക്കൂല. എന്തിനാ പരിപാടി? അതും ഡിസ്ക്വാളിഫൈ ഇതെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും 6 കവിത റിജക്ട് ആയാലും ആർക്കും പ്രൈസ് ഇല്ല. മതി, മത്സരവും മതി, എല്ലാം മതി. വരട്ടെ കേശു, വെറുതെ പിടിക്കാതെ. പാറമട വീട്ടിൽ ഒരു കൊച്ചു കവയത്രി ഒളിഞ്ഞിരിപ്പുണ്ട്. പാർവതി ബാലചന്ദ്രൻ തമ്പി. പാർവതി ബാലചന്ദ്രൻ തമ്പി? അതാരാ? അശ്ശോ, പാറു നീയാ? നീ എപ്പ എഴുതിയിട്ട്? ഞങ്ങളെ കണ്ടില്ലല്ലോ. നിങ്ങളൊക്കെ എഴുതിയിടുന്നതിന് മുമ്പ് എഴുതിയിട്ട്. ആ കവിത ഞാനൊന്ന് വായിക്കാം. കവിതയുടെ പേര് കിളിവീട്. കിളിപ്പാട്ടുള്ള വീട്, ഒരു കുഞ്ഞു വീട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്, കിളിയുടെ വീട്, സ്നേഹമുള്ള വീട്. എന്നാലും എന്റെ പാറുവേ, നീ ഇതൊക്കെ എപ്പ എഴുതി? അതൊക്കെ ഞാൻ എഴുതി. അപ്പോ ഈ കവിതാരചന മത്സരത്തില് 1ാം സമ്മാനമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർവതി ബാലചന്ദ്രൻ തമ്പിയുടെ ഈ കവിത തന്നെ. സമ്മാനത്തുക കൈയടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.